ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണത്. അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്നാക്സ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ അതേ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിനൊക്കെയും കുറവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി എരിവ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുളക് പൊടിയുടെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കണം കേട്ടോ. ഒരു 1.5 to 2 ടീസ്പൂണോളം മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്ത കാരണമാണ് കേട്ടോ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ല, അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊട്ടും ഒട്ടിയൊന്നും പിടിക്കില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ആ ഒരു നല്ലൊരു ചൂടൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് പോയി കഴിഞ്ഞാൽ ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ല, അതേപോലെ ഒന്നത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് നല്ലോണം ഇങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം അങ്ങനെ കുടഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മാവ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തിയിട്ടാണ് ഈ ഒരു മാവ് ഇങ്ങനെ കുഴച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഞാനത് ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന വരെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മളിതിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് അധികം ക്രാക്കുകളൊന്നും വീഴാണ്ട് നമുക്ക് നല്ലോണം തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ അതേ നല്ലോണം തന്നെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെക്കുകയാണ് ചെയ്യണത്. അതല്ലെങ്കിൽ ആ ഒരു മാവ് ഡ്രൈ ആയിട്ട് പോകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മാവ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ല, അതിനേക്കാളും കുറച്ച് തിന്നായിട്ട് വേണം കേട്ടോ ഈ ഒരു മാവ് നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പരത്തിയിട്ടെടുക്കാം. ഈസിയാണ് കേട്ടോ അത് പരത്തിയെടുക്കാനായിട്ട്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഒരു വീഡിയോ മുന്നോട്ടൊക്കെ പോവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇതേ നല്ലോണം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിസ്സ കട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതന്നെ വേണമെന്നൊന്നുമില്ല, കത്തി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തിട്ട് മാറ്റണ മാവൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്നും കൂടി കുഴച്ചതിന് ശേഷം ഇതുപോലെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ അതെ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ അതേ എല്ലാതും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരുമിച്ചിട്ട് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒട്ടിയൊന്നും പിടിക്കില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതേ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കൊന്നും ചെയ്യേണ്ട. അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അതിന് ശേഷം മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. പിന്നെ ഇത് വെന്തോന്ന് അറിയാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ തിളക്കണ സൗണ്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വരും. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങും കേട്ടോ. ആ ഒരു സമയത്ത് ഇത് കോരി മാറ്റിയാൽ മതി. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലോണം തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്